ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു ഈസി പീസി ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നമുക്ക് ചായയുടെ കൂടെ പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാനായിട്ട് ഉണ്ടാക്കണമല്ലോ, അതിന് പറ്റിയൊരു റെസിപ്പിയാണേ. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി എടുത്താലും മതിയാകും. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്, ബേക്കിംഗ് സോഡ അല്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട്, നമ്മൾ പുട്ടുപൊടിയൊക്കെ നനയ്ക്കില്ലേ അതുപോലെ നന്നായിട്ട് ഞെരടി യോജിപ്പിച്ചെടുക്കുക. ഈ ഓയിലും നമ്മൾ ഈ ചേർത്ത പൊടികളും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. നമ്മൾ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഞെരടി യോജിപ്പിച്ചെടുക്കണം. അതെന്തിനാണെന്നറിയൂ, നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനകത്ത് നല്ലൊരു തരി പോലെയുള്ളൊരു ടെക്സ്ചർ കിട്ടും. അതിനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ മിക്സിങ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ടൊരു 1/4 കപ്പ് പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്കൊരു 4 5 ഏലക്കയുടെ കുരു കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏലക്കയുടെ തോട് നമ്മൾ യൂസ് ചെയ്യാനേ പാടില്ല, അത് മാറ്റിയിട്ട് കുരു മാത്രം എടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിനെ അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അത്യാവശ്യം വലിയൊരു മുട്ട എടുക്കാൻ ശ്രമിക്കുക. അതിനെ നന്നായിട്ട് നമുക്കൊരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ഒരു 2 തവണയായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. പൊടിച്ച് പഞ്ചസാര ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നേരം ഇതിട്ട് മിക്സ് ചെയ്യേണ്ടി വരും. പഞ്ചസാര മുഴുവൻ അലിഞ്ഞ് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇപ്പോൾ നമ്മുടെ മുട്ടയും പഞ്ചസാരയും കൂടെയുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. അതിനെ നമുക്ക് വേറൊരു വലിയ ബൗളിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ ഈ മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഒരു 2 3 തവണയായിട്ട് കുറേശ്ശെ ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ 3 തവണയായിട്ട് ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ച് ഒന്ന് കുഴച്ച് നോക്കുമ്പോൾ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 1 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കയ്യിൽ ഒട്ടാത്ത പരുവമാക്കിയെടുക്കുക. നമ്മുടെ ചപ്പാത്തി മാവ് പോലെയല്ല, അതിനേക്കാളും കുറച്ചുകൂടി ലൂസായിരിക്കണം ഈ മാവ്. നമ്മൾ ചിലപ്പോൾ കുഴച്ച് വരുമ്പോൾ നല്ല ടൈറ്റായിട്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ വെള്ളമോ പാലോ ഒന്നും ചേർക്കാൻ പാടില്ല. 1 മുട്ട കൂടെ എടുത്ത് അതും കൂടി ഒന്ന് നന്നായിട്ട് അടിച്ചതിന് ശേഷം അതിൽ നിന്ന് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ മാവ് നല്ല റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം കുറച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 5 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ഇതിൽ 2 ബോളുകളാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ കൗണ്ടർ ടോപ്പിലോ ചപ്പാത്തി പലകയിലോ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് 1 ബോൾ വെച്ച് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് മുറിച്ച് മാറ്റിയിട്ട് നല്ലൊരു സ്ക്വയർ ഷേപ്പിലോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ എങ്ങാനോ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ നീളത്തിൽ മുറിച്ചിട്ട് അതിനെ കുറുകെ കൂടി മുറിച്ച് കൊടുക്കുക. അപ്പോൾ കുഞ്ഞു പീസുകളായിട്ട് കിട്ടും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചുകൂടി വലുതാക്കി വേണം കട്ട് ചെയ്യാനെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം എല്ലാം എടുത്ത് വേർപെടുത്തി വെക്കുക. അതിന് ശേഷം ഓയിൽ ചൂടാവാൻ വെക്കുക. ഓയിൽ ചൂടായതിന് ശേഷം ഫ്ലെയിം മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പറ്റുമെങ്കിൽ ഏറ്റവും ചെറിയ ബർണറിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. വലിയ ബർണറുകളൊക്കെ ആണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇത് നമുക്ക് തിരിച്ചും മറിച്ച് വിടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിതിനെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഫ്ലെയിം നന്നായിട്ട് ശ്രദ്ധിച്ചോളുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളു കുക്കായി കിട്ടുകയില്ല കേട്ടോ. ഇതാ ഇപ്പോൾ നമ്മുടെ സ്നാക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ എല്ലാം കൂടി ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ചായ ഏകദേശമൊക്കെ ആകുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ഒരു സ്നാക്കും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്, നല്ല കറുമുറൂന്നിരിക്കും. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.